ഹലോ, നമസ്കാരം. നമ്മളുടെ ഹംഗ്രി മൃണാൾ, ഈ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യനാട്ടോ, മൃണാൾ ദാസ് അല്ലേ. ഇദ്ദേഹത്തിനെ നമ്മളെല്ലാവരും എന്തോരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു, ഫസ്റ്റത്തെ റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറ, രണ്ടാമത്തെ ആണല്ലേ ഇപ്പോൾ എറണാകുളത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇയാളെ തെറി വിളിക്കാത്ത, ചീത്ത വിളിക്കാത്ത യൂട്യൂബേഴ്സ് ഇല്ല, സോഷ്യൽ മീഡിയ ആളുകളില്ല, എല്ലാവരും വിളിച്ചു. പക്ഷെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ, ഈ റെസ്റ്റോറൻറ്റ്സിനൊക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ നമ്മൾ എത്ര കുറ്റം പറയണോ അത്രയും ആൾ ഡെവലപ്പ് ആവുക ചെയ്തത്. ഇനി ഞാൻ ഈയിടെ നോട്ടീസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് പറയാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ്സിൽ ഫുഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ആ മെനുവിനെ കുറിച്ച് പറയില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വാരിക്കൂട്ടുന്ന കുറേ സംഭവങ്ങളേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പട്ടാളക്കാർക്ക്, സ്റ്റുഡൻസിന്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, ഇവർക്കെല്ലാം 25% ഡിസ്കൗണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അയാളുടെ ഒരു മനുഷ്യ സ്നേഹം, അയാൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അയാളുടെ പോക്കറ്റിലോട്ട് പൈസ സമ്പാദിക്കുക എന്നതിനപ്പുറം അയാളൊരു സോഷ്യൽ വർക്കറാണ് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അയാൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എറണാകുളത്ത്? മുട്ടിന് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത് അല്ലേ. അവിടെ എത്ര റെസ്റ്റോറൻറ്റിൽ ഇത്തരം സ്റ്റുഡൻസിനും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ 25% പോട്ടെ, ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടോ? എൻ്റെ അറിവിലില്ല കേട്ടോ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഈ ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ചേട്ടന്മാരെല്ലാവരും വന്ന് ചായ കുടിച്ച് അവരുടെ ഒരു പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വില കൂട്ടി വെക്കുന്ന എത്രയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാൻ പേഴ്സണലി ഒരു റെസ്റ്റോറൻറ്റിൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ ഇത് 5 റിയാൽ കൂടുതലാണല്ലോ. ഇല്ലല്ല, അത് AC റെസ്റ്റോറൻ്റ് അല്ലേ, നമ്മൾ മറ്റേ പ്രൈസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സും ഓട്ടോറിക്ഷക്കാരൊക്കെ വന്ന് പിന്നെ ഇത് ആകെ വൃത്തിയേടാക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിന് എനിക്കറിയാം കേരളത്തിൽ. അവിടെയാണ് ഇയാൾ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ഫുള്ളി AC ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ അയാൾ 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ സമൂഹത്തിനോട് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ഇഷ്ടമുണ്ടല്ലോ, അല്ലെങ്കിൽ സമൂഹത്തിനോട് അയാൾ ചെയ്യുന്ന അയാളുടെ ഒരു സർവീസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്കും കൂടി പാഠമാവുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ, ഇത് കേൾക്കുന്നവർക്കും തോന്നുന്നില്ലേ, അദ്ദേഹത്തിന് നമ്മൾ എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫുഡ് ശരിയല്ല, മെനു ശരിയല്ല, റെസ്റ്റോറൻറ്റിൽ റേറ്റ് കൂടുതലാണ്, ആനയാണ്, തേങ്ങയാണ്, ഒരു ഉണ്ടയില്ല, എന്തൊക്കെയായിരുന്നു. എന്തായി? നമ്മൾ ശശിയായി കുറ്റം പറഞ്ഞവർ. അതാണ്, ചില ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും അവർ ചെയ്യുന്ന പ്രവൃത്തിയോട്, മനസ്സിലായില്ലേ? അദ്ദേഹമൊക്കെ ഇന്നലെ ചാടിപ്പിടിച്ച് ഇതുമ്മ കയറിയ ഒരാളല്ല, ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് വന്നുള്ള ഒരാളാണെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾ എല്ലാവരൊക്കെ വിമർശിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടില്ലാത്തവർ പോലും ചായ മോശമാണ്, ഈച്ച, അതാണ് കുറേ നാൾ ആ പാവത്തിന് ഈച്ച അതിൻ്റെ കളിയാക്കിയിരുന്നു അല്ലേ. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇട്ട വീഡിയോയിൽ അദ്ദേഹം ഈച്ചയെ കുറിച്ച് പറയുന്നത്, എന്നിട്ട് പിന്നെ നിങ്ങൾ പൊക്കി പിടിച്ചിട്ട് നിങ്ങളങ്ങനെ ചവിട്ടിക്കൂട്ടി ആളെ മൂലയിലാക്കി. ഇപ്പോൾ അയാൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവീസുകൾ, ഇതെല്ലാം കേരളത്തിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ നടത്താൻ പോകുന്നവർക്കൊക്കെ ഒരു പാഠമാണ് അല്ലേ. ശരിയല്ലേ? അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റായിട്ട് ഇനിയും കാണാം കേട്ടോ. ഞാൻ ആരോടുത്തും എന്താണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ചിലരൊക്കെ, വളരെ റെയർലിയൊക്കെ ചോദിക്കുന്നുള്ളൂ. അവരോടൊക്കെ പറയാം കേട്ടോ, ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാറും ആരും നിൽക്കുന്നില്ല അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നിൽക്കില്ല. ചെയ്യേണ്ടവർ ചെയ്യും, ചെയ്യാത്തവർ ചെയ്യില്ല, അത്രയേ ഉള്ളൂ അല്ല. എൻ്റെ വീഡിയോയിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇടാ നിൻ്റെ വീഡിയോ കണ്ടിരുന്നു, നീ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ലൈക്കും ചെയ്യാൻ പറയുന്നില്ലല്ലോ. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലോ, അതെ, ആവശ്യക്കാർ ചെയ്യും, എല്ലാവരും ചെയ്യില്ല, ചെയ്യേണ്ടവർ ചെയ്യാം, അടുത്ത് ചെയ്യേണ്ട, ഒരു നിർബന്ധമില്ല അത്